കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചെറുപ്പത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സിനിമയ്ക്ക് പോയ ഓർമ്മകളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മളുടെ ചില മനോഹരമായ മെമ്മറീസാണ്. സോ നിങ്ങളും ഇപ്പോൾ മക്കളെയും കൊണ്ട് സിനിമയ്ക്ക് പോകുന്നത് അവർക്കതൊരു എൻജോയ്മെൻ്റ് ആണ്. അതേപോലെ ഭാവിയിൽ അവർക്കും അതൊരു നല്ല മെമ്മറി ആവുമല്ലോ എന്നെല്ലാം കരുതിയിട്ടായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലിറങ്ങുന്ന എല്ലാ സിനിമകളും കുട്ടികളെയും കൊണ്ട് കാണാൻ പറ്റുന്നതല്ല. അതിനുവേണ്ടിയാണ് നമുക്കിവിടെ സെൻസറിങ് ഉള്ളത്, സെൻസറിങ് സർട്ടിഫിക്കറ്റുകൾ ഉള്ളത്. പക്ഷേ നമ്മുടെ സിനിമകളുടെ സെൻസറിങ് സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് ഇപ്പോഴും പലർക്കും കൃത്യമായ ധാരണയില്ല. സോ ആദ്യം ഞാനിപ്പോൾ നിലവിലുള്ള സെൻസറിങ് സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറയാം. ആദ്യത്തെ സർട്ടിഫിക്കറ്റ് യു സർട്ടിഫിക്കറ്റ് ആണ്. യു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ സിനിമകളുടെ പോസ്റ്ററിൽ തന്നെ അവർ പറയുക ക്ലീൻ യു എന്നാണ്. അതായത് ഇത് ക്ലീൻ ആണ്, എല്ലാവർക്കും കാണാം, ഫാമിലി ആയിട്ടും വന്ന് കാണാം, കുട്ടികൾക്കും കാണാം, എല്ലാവർക്കും ഒരുമിച്ചിരുന്നും കാണാം. ഫാമിലി ഡ്രാമകൾക്ക് മാത്രമല്ല യു സർട്ടിഫിക്കറ്റ് കിട്ടുക, അത് ആക്ഷൻ സിനിമകൾക്കും കിട്ടും. പക്ഷേ അതിൽ വയലൻസും അത്തരത്തിലുള്ള കണ്ടന്റുകളും കുറവായിരിക്കും. അതേപോലെ റൊമാൻറ്റിക് ഫിലിമുകൾക്ക് കിട്ടും, പക്ഷെ അതിൽ സെക്ഷൽ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ ജോണറിലും വരുന്ന സിനിമകളിലും യു സർട്ടിഫൈഡ് സിനിമകൾ ഉണ്ടായിരിക്കും. അത്തരം സിനിമകൾ കാണാൻ നിങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് പോവാം. സോ യു സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ല. പക്ഷെ ഇനിയുള്ള സർട്ടിഫിക്കറ്റുകളാണ് പ്രശ്നം. ആദ്യം നമുക്ക് U/A എന്ന സർട്ടിഫിക്കറ്റ് പറയാം. U/A എന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം സിനിമകൾ എല്ലാവർക്കും കാണാം, പക്ഷെ കുട്ടികൾക്ക് പാരന്റൽ ഗൈഡൻസോടെ ഈ സിനിമ കാണാൻ പാടും. സോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ കുട്ടിയെ കൊണ്ട് സിനിമയ്ക്ക് വരുമ്പോൾ കുട്ടിയുടെ കൂടെ കുട്ടിയുടെ പാരന്റ് ഉണ്ടല്ലോ, അപ്പോൾ കുട്ടിക്ക് പാരന്റൽ ഗൈഡൻസ് ആയി, അപ്പോൾ പിന്നെ കുട്ടിക്ക് ആ സിനിമ കണ്ടാൽ എന്താ കുഴപ്പമെന്നായിരിക്കും. പക്ഷേ പാരന്റൽ ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരന്റ് കുട്ടിയുടെ കൂടെ ഉണ്ടാവുക എന്നത് മാത്രമല്ല. പാരന്റൽ ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: ആ സിനിമയുടെ കണ്ടന്റ് നിങ്ങളുടെ കുട്ടിക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് പാരന്റാണ് തീരുമാനിക്കേണ്ടത് എന്നാണ്. കാരണം നിങ്ങളുടെ കുട്ടിയുടെ സെൻസിറ്റിവിറ്റി, നിങ്ങളുടെ കുട്ടിയുടെ മെച്യൂരിറ്റി, നിങ്ങളുടെ കുട്ടി എന്തിനൊക്കെ ട്രിഗർ ആവും, എന്തിനൊക്കെ ട്രിഗർ ആവില്ല, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സോ നിങ്ങളുടെ കുട്ടിക്ക് ഈ സിനിമയിലെ കണ്ടന്റ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളതാണോ എന്ന് നിങ്ങൾക്കേ പറയാൻ പറ്റൂ. അതാണ് പാരന്റൽ ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സിനിമ കാണാതെ നിങ്ങൾക്ക് എങ്ങനെ ഇത് തീരുമാനിക്കാൻ പറ്റും? അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ U/A സർട്ടിഫിക്കറ്റിൽ തന്നെ ഇപ്പോൾ 3 വകഭേദങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യത്തേത് U/A 7+. അതായത് ഈ സിനിമ എല്ലാവർക്കും കാണാം, നിങ്ങളുടെ ഗൈഡൻസോട് കൂടി നിങ്ങളുടെ 7 വയസ്സിൽ താഴെയുള്ള കുട്ടിക്കും ഇത് കാണാം. പക്ഷേ പാരൻ്റാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ കുട്ടി ഇത് കാണണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗൈഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിനാണ്. ഈ കണ്ടന്റ് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്യൂട്ടബിൾ അല്ല എന്നൊരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് സെൻസർ ബോർഡ് തരുന്നുണ്ട്. അടുത്തതാണ് U/A 13+. അതായത് 13 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കാണാം, പക്ഷേ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാരന്റൽ ഗൈഡൻസ് വേണം. പക്ഷേ സെൻസർ ബോർഡ് കരുതുന്നത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ കണ്ടന്റ് സ്യൂട്ടബിൾ അല്ല എന്നാണ്. ഇനി അടുത്ത സർട്ടിഫിക്കറ്റ് U/A 16+. ഇതും 16 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കാണാം, പക്ഷേ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിലെ കണ്ടന്റ് സ്യൂട്ടബിൾ അല്ല എന്നാണ് സെൻസർ ബോർഡിന് തോന്നുന്നത്. സോ നിങ്ങളുടെ പാരന്റൽ ഗൈഡൻസോട് കൂടി 16 വയസ്സിന് താഴെയുള്ള നിങ്ങളുടെ കുട്ടിക്ക് ഈ സിനിമ കാണാം. സോ ഇവിടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് പാരന്റിനാണ്. അതോടൊപ്പം ഇത്തരം സിനിമകളിലെ തീമുകൾ അല്ലെങ്കിൽ ഇതിലെ പല സീനുകളും ഇതിനേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അത് പാരന്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടിയും വരും. സോ അതും കൂടെയാണ് ഈ പാരന്റൽ ഗൈഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പാരന്റിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ സിനിമ കാണാം എന്നതല്ല. ഇനി അടുത്ത സർട്ടിഫിക്കറ്റ് A സർട്ടിഫിക്കറ്റ് ആണ്. ഇത് പിന്നെ നമുക്കറിയാലോ, A പടം എന്ന് പറഞ്ഞാൽ ഷക്കീല യുഗത്തിൽ കേരളത്തിൽ ഇറങ്ങിയിരുന്ന A പടങ്ങളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഇപ്പോഴും പല സിനിമകൾക്കും A സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. സലാർ പോലുള്ളൊരു സിനിമ, കൂലി പോലുള്ളൊരു സിനിമ, ഇതെല്ലാം A സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമകളാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇതിൽ പഴയ ഷക്കീല പടത്തിലുള്ള സീനുകളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതിനൊക്കെ A സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നുള്ളത്. A സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേറെയും ക്രൈറ്റീരിയകളുണ്ട്. ആദ്യത്തെ ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞ സെക്ഷുവൽ കണ്ടന്റ് ആണ്. അടുത്ത ക്രൈറ്റീരിയ വയലൻസ് ആണ്. വയലൻസ് കുറച്ചധികം സമയം കാണിക്കുന്ന, കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വയലൻസും ഇത്തരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമകൾക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ ക്രൂവൽറ്റി, ഒരു വ്യക്തിയോട് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ക്രൂവൽറ്റി കാണിക്കുന്ന സിനിമയാണെങ്കിൽ അതിന് A സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ ഹൊറർ ആയിട്ടുള്ളത്, ആളുകളെ പേടിപ്പിക്കുന്ന കാര്യത്തിൻ്റെയും കണ്ടന്റ്, ഹൊറർ കണ്ടന്റ് കൂടുതലാണെങ്കിലും A സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അടുത്തത് ലാംഗ്വേജ് ആണ്. സ്ട്രോങ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ പല രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന സിനിമകളാണെങ്കിൽ അതിനും A സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അടുത്തൊരു റീസൺ, ചില സിനിമകളുടെ തീമുകൾ
ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള തീമായിരിക്കാം, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കാം. ഉദാഹരണത്തിന് റേപ്പ്, ടെററിസം, സൂയിസൈഡ് ഇതുപോലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ചില തീമുകളാണെങ്കിൽ ആ സിനിമകൾക്കും എ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അടുത്തൊരു റീസൺ സബ്സ്റ്റൻസ് യൂസ്, ഡ്രഗ് യൂസ് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നു, നോർമലൈസ് ചെയ്യുന്നു. അതേപോലെ ആൽക്കഹോൾ യൂസ് ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിലും ചില സിനിമകൾക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. സോ എ സർട്ടിഫൈഡ് സിനിമ എന്ന് പറയുന്നത് 18 വയസ്സിനേക്കാൾ കൂടുതൽ പ്രായമുള്ളവർ മാത്രമേ കാണാവൂ. അത് കുട്ടികളെ കാണിക്കാവുന്ന സിനിമകളല്ല എന്ന് തന്നെയാണ് എ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോകുന്നത് കുഴപ്പമാണോ? കുഴപ്പമാണ്. എന്താണ് കുഴപ്പം? സോ ഇതിൽ ഏറ്റവും പ്രധാനം U/A സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സിനിമകളാണ്. അതിനാണല്ലോ പാരൻസ് മക്കളെയും കൊണ്ട് പോകുന്നത്. ഇത്തരം സിനിമകളുടെ കണ്ടന്റ് എന്തായിരിക്കും? ഈ സിനിമകളിൽ എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സിനിമകളുടെ കണ്ടന്റ് ഉണ്ടായിരിക്കും, പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ അത്രയും ലോങ് ആയിട്ടോ ആയിരിക്കില്ല. പക്ഷേ ആ കണ്ടന്റുകളും ഈ സിനിമകളിൽ ഉണ്ടായിരിക്കും. ഇത്തരം കണ്ടന്റുകൾ കുട്ടികൾ കണ്ടാൽ എന്താണ് കുഴപ്പം എന്നുള്ളത് നോക്കാം. ആദ്യമുള്ളത് മോഡറേറ്റ് ടു സ്ട്രോങ് വയലൻസ് ആണ്. ആദ്യത്തെ കുഴപ്പം, കുട്ടികളുടെ പ്രായത്തിൽ അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താ? ഇമിറ്റേഷൻ ആണ്. അവരെന്ത് കാണുന്നോ അത് അവർ ട്രൈ ചെയ്ത് നോക്കും. സോ വയലൻസ് കൂടുതൽ കാണുമ്പോൾ ഈ കുട്ടികൾ കൂടുതൽ അക്രമവാസന ഉള്ളവരായി മാറും. അവരത് സ്കൂളിൽ പോയി ചെയ്യും, ബന്ധുക്കളോട് ചെയ്യും. അങ്ങനെ കൂടുതൽ അക്രമവാസനയുള്ള കുട്ടികളായി മാറാൻ ഈ വയലൻസ് കാണുന്നത് ഒരു കാരണമാവും. അടുത്ത പ്രശ്നം സഹാനുഭൂതി ഇല്ലാതാവും എന്നുള്ളതാണ്. സഹാനുഭൂതി, എമ്പതി എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളുടെ പ്രശ്നം മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. പക്ഷെ കുട്ടികൾ ഇങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് കണ്ട് വയലൻ്റ് എന്ന് പറയുന്നതാണ് നോർമൽ. അതിന് താഴെയാണല്ലോ മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കലും കാര്യങ്ങളൊക്കെ. അതിനുള്ള ഒരു എഫർട്ടും കാര്യമൊന്നും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇല്ലാതാവും. അങ്ങനെ വരുമ്പോൾ സഹാനുഭൂതി ഇല്ലാത്ത ഒരു തലമുറയായിരിക്കും ഇത്തരത്തിൽ രൂപപ്പെട്ടു വരുന്നത്. ഇനി അടുത്ത പ്രശ്നം, ഈ രണ്ട് കാര്യങ്ങളും കുറച്ച് സ്ട്രോങ് ആയ, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള തണ്ടും തടിയുള്ള കുട്ടികളുടെ കാര്യമാണ്. പക്ഷേ വീക്കായ കുട്ടികളുണ്ടല്ലോ, ഇവരിൽ ഡെവലപ്പ് ആവുന്നത് ഒരു മീൻ വേൾഡ് സിൻഡ്രോമാണ്. അതായത് ഇവർ കാണുന്ന സിനിമകളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വയലൻസും പ്രശ്നങ്ങളും കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഈ ലോകം വളരെ ക്രൂരമാണ്, ഇത് ഭയങ്കര ഡാർക്കാണ്, ഭയങ്കര ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു അനാവശ്യ പേടി ഈ കുട്ടിയുടെ ഉള്ളിൽ ഡെവലപ്പ് ആവും. അതായത് ഞാൻ ആക്രമിക്കപ്പെടുമോ, എന്നെക്കാൾ സ്ട്രോങ് ആയ ഒരാൾ വന്നാൽ ആക്രമിക്കുമോ എന്നൊരു ചിന്ത. അതേപോലെ ഒരു വിക്ടിം മൈൻഡ് സെറ്റും ആ കുട്ടിയിൽ ഡെവലപ്പ് ആവും. വിക്ടിം മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് പ്രശ്നമാണ്. ഇനി U/A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളുടെ അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഹൊറർ എലമെൻറ്റുകളാണ്. അതായത് പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പ്രശ്നം എന്താ? ഒന്നാമത്തെ പ്രശ്നം, ഈ കുട്ടി പേടിപ്പിക്കുന്ന ഒരു കാര്യം തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കൂടും, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അങ്ങനെ അപ്പം തന്നെ ഒരു ഫിസിക്കൽ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൈറ്റനിങ് ആയിട്ടുള്ള സീൻസ് വരുന്നത് കുട്ടികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബാധിക്കും. ഇനി അടുത്ത പ്രശ്നം, ഈ സിനിമ കണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടി രാത്രി ഇത്തരത്തിലുള്ള വിഷ്വലുകൾ വീണ്ടും കാണാൻ തുടങ്ങും. അങ്ങനെ പേടി സ്വപ്നങ്ങൾ വരും, ഞെട്ടി എണീക്കാൻ തുടങ്ങും, ഉറക്കം കുറയും, ചിലപ്പോൾ ഉറക്കം തന്നെ പോവും. അങ്ങനെ ഒരു പ്രശ്നവും ഇത്തരത്തിലുള്ള പേടിപ്പിക്കുന്ന സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കും ചെറുപ്പകാലത്തിൽ ഇഷ്ടം പോലെ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പല കുട്ടികൾക്ക് അത് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മളത് നോർമലാണ് എന്ന് കണ്ട് വിടും. പക്ഷെ അങ്ങനെ വിടരുത്, കാരണം ഇത് കുറച്ചുകൂടെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ അടുത്ത പ്രശ്നം, ലോങ് ടേം ആങ്സൈറ്റി ആൻഡ് ഫിയർ. ഇങ്ങനെ പേടിപ്പിക്കുന്ന സിനിമകളൊക്കെ കാണുന്ന ഒരു കുട്ടിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഈ ഫിസിക്കൽ സിംറ്റംസ് ട്രിഗർ ആവും. ശ്വാസം മുട്ട് വരുന്നു, ബ്രീത്ത് കൂടുന്നു, വേർക്കുന്നു, അത്തരത്തിലുള്ള ഫിസിക്കൽ സിംറ്റംസ് വരും. ഇതിൻ്റെ ഒപ്പം തന്നെ ഇവൻ്റെ മനസ്സിലൊരു ആങ്സൈറ്റിയും കൂടെ ഡെവലപ്പ് ആവും. സോ വലുതായി കഴിഞ്ഞാലും പെട്ടെന്ന് ആങ്സൈറ്റി അടിക്കുന്ന ഒരു സ്വഭാവം ഈ കുട്ടിയിൽ രൂപപ്പെടും. അതേപോലെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫിയർ. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന ഇത്തരം സിനിമകളും കാര്യങ്ങളൊക്കെ കാരണം ഇരുട്ടിനോട് പേടി വരും, ചില ശബ്ദങ്ങളോട് പേടി വരും, ചില ജീവികളോട് പേടി വരും. ഇതൊക്കെ റൂട്ടഡ് ആയിട്ട് മനസ്സിൽ തന്നെ കിടക്കും. സോ വലുതായാലും ഈ പേടികൾ അയാളുടെ മനസ്സിൽ തന്നെ നിൽക്കും. അപ്പോൾ അയാൾക്ക് രാത്രി ഒറ്റയ്ക്ക് വരാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ റൂമിൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പേടിയായിരിക്കും. ഇങ്ങനെ ഇപ്പോഴും നമുക്കറിയാലോ, നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ, ഇരുട്ട് പേടിയുള്ള, കറണ്ട് പോയാൽ അലറുന്ന, രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ പേടിയുള്ള, ഈ ചില ജീവികളെ പേടിയുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ചില മൊമെൻറ്റുകൾ കാരണം അവരുടെ ഉള്ളിൽ ഉണ്ടായതാണ്. ഇതേ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടിക്കും വരും. ഇനി അടുത്ത പ്രശ്നം, ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള കൺഫ്യൂഷനാണ്. ഇത് നമ്മളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ചില ഫാൻറ്റസി സീരീസുകളൊക്കെ കാണുമ്പോൾ കുറച്ചധികം ദിവസങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ ഈ കാണുന്നത്. ഈ സമയത്ത് നമ്മളുടെ റിയൽ ലൈഫിലും ഈ ഫാൻറ്റസി വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ആ ഒരു മൂഡിലായിരിക്കും. നമ്മൾ അഡൾട്ട് ആയതുകൊണ്ട് പിന്നെയും നമുക്കിത് തമ്മിൽ വ്യത്യാസം മനസ്സിലാവും. പക്ഷെ കുട്ടികളുടെ ആ പ്രായത്തിൽ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. കാരണം റിയൽ വേൾഡിനെ കുറിച്ച് തന്നെ അവർക്ക് വലിയ ധാരണയില്ല, അവരതിനെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഫാൻറ്റസി വേൾഡിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഹൊറർ സിനിമയിലുള്ള കാര്യങ്ങൾ
കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ അതൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അങ്ങനെ വല്ലാത്തൊരു സ്ട്രെസ്സ് ആ കുട്ടിക്ക് വരും. ഇനി അടുത്ത കണ്ടന്റ് സെക്ഷൽ കണ്ടന്റ് ആണ്. സെക്ഷൽ കണ്ടന്റ് കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത്തരം കണ്ടന്റുകൾ കാണിച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ? ഒന്നാമത്തെ പ്രശ്നം, ഒരു പ്രായം എത്തുന്നതിന് മുമ്പ്, അതായത് ആ കുട്ടി മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു സെക്ഷൽ കാര്യങ്ങളുടെ ഒരു ഐഡിയ കുട്ടിയിലേക്ക് വരാനുള്ള പ്രായമുണ്ടല്ലോ, അതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെ വരുമ്പോൾ വളരെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഇമ്മച്വർ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയറിലേക്ക് ഈ കുട്ടി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ള പ്രായമായിട്ടുമില്ല, പക്ഷേ ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും വരും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇനി അടുത്ത പ്രശ്നം റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളാണ്. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, പ്രീ മാരിറ്റൽ സെക്ഷൽ ആക്ടിവിറ്റി, ഇത്തരത്തിലുള്ള ഇവനറിയാത്ത അല്ലെങ്കിൽ ഇവൾക്ക് അറിയാത്ത തരം റിലേഷൻഷിപ്പുകളാണ് ഇത്തരം സിനിമകൾ കാണിക്കുക. സോ ഈ കുട്ടിക്ക് റിലേഷൻഷിപ്സിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും സംശയങ്ങളൊക്കെ വരും. ഇത് ഈ കുട്ടിയെ ഭാവിയിലും നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് വരാം. സോ അങ്ങനെ വളരെ ഡീപ്പറായിട്ട് ഇത്തരം സിനിമകളുടെ കണ്ടന്റ് കുട്ടിയെ ബാധിക്കും. ഇനി അടുത്ത പ്രശ്നം, നമ്മളുടെ കുട്ടി ഓരോ കാര്യവും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മളോട് സംശയങ്ങൾ ചോദിച്ചിട്ടാണ്. പക്ഷേ ഒരു സിനിമയിൽ ഒരു റേപ്പ് സീൻ കഴിയുമ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അയാൾ ആ ചേച്ചി എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഇല്ല. നിങ്ങൾ പറയും അത് അങ്ങനെയൊക്കെ ആയി, അത് പിന്നെ മനസ്സിലാവും, നീ വലുതാകുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞ് കുട്ടിയെ സൈലൻ്റ് ആക്കും. അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ സ്കിപ്പ് ആവും. ഇതാണ് പാരൻ്റൽ ഗൈഡൻസ്. കുട്ടിക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് പാരൻ്റ് കൂടെ ഇരുന്ന് സിനിമ കാണേണ്ടത്. പക്ഷേ സെക്ഷൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറില്ല. അത് അവൻ അല്ലെങ്കിൽ അവൾ ഒരു പ്രായമാകുമ്പോൾ മനസ്സിലാക്കിക്കോളും എന്നൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ ഇത് കുട്ടിയെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. കാരണം കുട്ടി എല്ലാ കാര്യവും നിങ്ങളോട് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത്. ഈ വേൾഡിൽ നടക്കുന്ന ഒന്നും ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഈ ഇൻഫർമേഷൻ കിട്ടിയാലേ കുട്ടിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് പറഞ്ഞു കൊടുക്കാതെ വരുമ്പോൾ കുട്ടിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും. ഇതിനേക്കാളും വലിയ പ്രശ്നം, ഇത് കുട്ടി വേറെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ കുട്ടി എക്സ്പ്ലോയിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഭയങ്കര ഡേഞ്ചറാണ്. ഇനി അടുത്ത പ്രശ്നം, ഇത്തരം സെക്ഷൽ കണ്ടന്റുള്ള സിനിമകളിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സെക്ഷൽ കണ്ടന്റുകളല്ല, സെക്ഷൽ ഹരാസ്മെൻറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ റേപ്പ് പോലുള്ള ഫിസിക്കൽ അബ്യൂസുകൾ ഒരുപാട് ഇത്തരം സിനിമകളിൽ വരാം. ഇത് കാണുന്ന കുട്ടി ചിന്തിക്കുന്നത് ഇത് ഓക്കെയാണ്, അല്ലെങ്കിൽ എനിക്കും ഇത് ചെയ്ത് നോക്കാം എന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ ഈ കുട്ടി കാണിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വലുതായതിനു ശേഷമാണെങ്കിലും റൂട്ടഡ് ആയിട്ട് ഈ തോട്ടുള്ള ഒരാൾ സെക്ഷലി കുറച്ച് അഗ്രസീവ് ആവാനും ഇത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്ത ഇത്തരം സിനിമകളിലുള്ള കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിലെ ചില സെൻസിറ്റീവ് ടോപ്പിക്കുകൾ, ഇപ്പോൾ സൂയിസൈഡ് പോലുള്ള ചില കാര്യങ്ങൾ മേ ബി നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടി അത് കാണുമ്പോൾ ആ കുട്ടിയെ അത് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്കേ അറിയുള്ളൂ അത് കുട്ടിയെ കാണിക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ചില സിനിമകളുടെ ചില സെൻസിറ്റീവ് ടോപ്പിക്സ്, ടെററിസം പോലുള്ള ചില കാര്യങ്ങൾ കുട്ടിയിൽ ചില ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതൊക്കെ കുട്ടിയെ ചെറുപ്പത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അവൻ അതങ്ങ് വിശ്വസിക്കും. പിന്നെ അതിനനുസരിച്ചായിരിക്കും അവൻ പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുക. അതും പ്രശ്നമാണ്. പിന്നെയുള്ള പ്രശ്നം, ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്. അതായത് നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഒരു മൊറാലിറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് നല്ലത്, ഇതാണ് തെറ്റ് എന്നുള്ളത് കുട്ടികളെ ചെറുപ്പം തൊട്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കും, ടീച്ചേഴ്സ് പഠിപ്പിക്കും. പക്ഷെ ഇത്തരം സെൻസിറ്റീവ് ടോപ്പിക്ക് ഡീൽ ചെയ്യുന്ന സിനിമകളിൽ UBA അല്ലെങ്കിൽ A സർട്ടിഫിക്കറ്റ് വരുന്ന സിനിമകളിൽ പലപ്പോഴും ഈ ഒരു മൊറാലിറ്റി ചാലഞ്ച് ചെയ്യപ്പെടുന്ന നായകൻ്റെ കഥകൾ വരാറുണ്ട്. അപ്പോൾ അവൻ ഈ മൊറാലിറ്റി ചാലഞ്ച് ചെയ്യപ്പെടുകയും അവൻ്റെ മൊറാലിറ്റി മറന്ന് അവന് പലതും ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യുന്നതാണ് ഇത്തരം സിനിമകളുടെ ടോപ്പിക്ക്. ഒരു അഡൽട്ട് എന്ന രീതിയിൽ നമുക്കതൊരു സിനിമയായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഒരു കുട്ടി അത് കാണുമ്പോഴോ അവൻ പഠിച്ചു വന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നല്ലതാണ്, ഇത് ചെയ്യാം, ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത്. പക്ഷേ നായകൻ തെറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മൊറാലിറ്റിയെ കുറിച്ച് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ഇമേജുകളും കുറേ ബിലീഫും ആ കുട്ടികൾ ഡെവലപ്പ് ആകും. അത് കുട്ടിയെ നല്ല രീതിയിൽ മോശമായി തന്നെ ബാധിക്കും. സോ ഇതൊക്കെയാണ് UBA സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളിലെ കണ്ടന്റുകൾ കുട്ടികൾ കണ്ടാലുള്ള കുഴപ്പം. അപ്പോൾ ഇതേ കാര്യം തന്നെ കൂടിയ ഡോസിൽ കാണിക്കുന്ന A സർട്ടിഫിക്കറ്റ് സിനിമകൾ കുട്ടികൾ കണ്ടാലോ? ഇപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങളൊന്നും കുട്ടികളെ A പടത്തിന് കൊണ്ടുപോകാറില്ല. ഒരുപാട് പേര് A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളെയും കൊണ്ടുവരുന്നത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ A സർട്ടിഫിക്കറ്റോടെ റിലീസായ ഡയസേറ കാണാനും കുട്ടികളെയും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പലരും പറയാറ് തിയേറ്റർ സ്റ്റാഫിന് ഇവരെ തടഞ്ഞുകൂടെ എന്നാണ്. പക്ഷേ തിയേറ്റർ സ്റ്റാഫിന് ഇവരോട് വഴക്കിടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. A സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് ഇവർ ഫാമിലിയായിട്ട് വണ്ടിയും വിളിച്ച് വന്നിട്ട് ഇനി ഞങ്ങളൊക്കെ തിരിച്ചു പോകണോ എന്ന് ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കും. ചിലർ കുട്ടി കരയുമ്പോൾ കുട്ടിയും കൊണ്ട് പുറത്തേക്ക് പോകും. ചിലരാണെങ്കിൽ എൻ്റെ കുട്ടി കരഞ്ഞില്ല എന്ന അഭിമാനത്തോടു കൂടി സീറ്റിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ കൺഫ്യൂസ്ഡ് ആയിട്ട് കുട്ടികൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് ആ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന ബാക്കിയുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആണ്. അത് പോട്ടെ, അത് ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിരുന്നു. നിങ്ങളുടെ സ്വന്തം കുട്ടിയോട് തന്നെ
നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണിത്. നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത് ഭാവിയിലെ നമ്മുടെ പൗരന്മാരാണ്. ഭാവിയിലെ പൗരൻ എന്ന് പറഞ്ഞാൽ ഇവരാണ് ഭാവിയിലെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത്. ഇവരിൽ ചിലരൊക്കെ പോലീസാവും, ചിലർ അധ്യാപകരാവും, ചിലർ പല കമ്പനികളിലും ജോലിക്ക് പോകും. ഇവരുടെ അടുത്തൊക്കെ ആൾക്കാർ വരും, ഇവർ ആൾക്കാരുമായിട്ട് ഇടപെടണം. പക്ഷെ ചില സിറ്റുവേഷനുകളിൽ ഇവരുടെ കൺട്രോളിൽ ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോൾ അവർ ചിന്തിക്കും, ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെ പെരുമാറിയത്, ഞാൻ എന്തിനാ ഇപ്പം ചൂടായത്, ഞാൻ എന്തിനാ ഇയാളെ ഉപദ്രവിച്ചത് എന്നതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് ഇവർ വല്ല കൗൺസിലിങ്ങിനും പോകുമ്പോഴാണ് മനസ്സിലാവുക അത് ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടുണ്ടായതാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഫിസിക്കൽ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നുണ്ട്, അവർക്ക് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫിസിക്കൽ ഹെൽത്ത് മാത്രം പോരാ, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ജനറേഷനാണ് അതിൽ ഏറ്റവും പണി കിട്ടിയ ജനറേഷൻ. സോ അതേ പണി നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കരുത്. സോ ഒരു സിനിമയ്ക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കുക. നിങ്ങളുടെ കുട്ടിയുടെ സെൻസിറ്റിവിറ്റിയും മെച്യൂരിറ്റിയും വെച്ച് ഇത് ആ കുട്ടി കാണണോ വേണ്ടയോ എന്ന് ചിന്തിക്കുക. എന്നതിന് ശേഷം മാത്രം ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ ആ സിനിമ കാണിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന പാരൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.